ഹായ് ഫ്രണ്ട്സ്. ഹലോ. എല്ലാവരും സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു അല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക. അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഡേ 1 തുടങ്ങിയത് പഠിച്ചത് ICRTയുടെ ഒരു ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററാണ്. SCRT പഠിച്ചു. അതുപോലെ ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പഴയ ഇത് വെച്ചിട്ടുള്ള നോട്ടുകളാണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് ഇന്നലെ നോക്കി. ജസ്റ്റ് നമുക്ക് ഞാൻ സിലബസ് മാറിയെന്നൊക്കെ പറഞ്ഞാലും ജസ്റ്റ് അതിലുള്ള കാര്യങ്ങളൊക്കെ പറയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നലെ അത് വെച്ചിട്ടുള്ള നോട്ടാണ് ഇന്നലെ പഠിച്ചത്. ആ ഒരു ചാപ്റ്ററാണ് കേട്ടോ. പിന്നെ ഞാൻ മോഡ്യൂൾ 6 വരുന്ന ആറ്റം മോഡൽ പഠിച്ചു. അത് ജെ തോമസിൻ്റെയും കൂടെ ഉൾപ്പെടുത്തിയാനായിട്ട് പഠിച്ചത്. ഡാൾട്ടൻ്റെയും പഠിച്ചു, ജെ തോമസിൻ്റെയും പഠിച്ചു. അതുപോലെ പിന്നെ ഞാൻ ഭരണഘടനയുടെ അത് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷിലാണ്. ഞാനിപ്പോൾ മലയാളത്തിലുള്ള നോട്ടാണ് കവർ ചെയ്യുന്നത്. അതിൻ്റെ ഇംഗ്ലീഷിൽ ഉള്ള നോട്ടിനിപ്പം ഞാനത് ആ നോട്ട് തയ്യാറാക്കി പഠിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് മലയാളത്തിൽ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം കവർ ചെയ്ത് പോകുന്നത് മലയാളത്തിൽ നോട്ടാണ് കേട്ടോ. ഇംഗ്ലീഷിലുള്ള ജസ്റ്റ് ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയാണ് കേട്ടോ പഠിക്കുന്നത്. പിന്നെ അപ്പർ ക്ലോത്ത് റിവോൾട്ടിനെ പറ്റി ഒന്ന് പഠിച്ചു. അങ്ങനെയുള്ള ഇത്രയൊക്കെ പഠിക്കാനുള്ള ടൈമാണ് കേട്ടോ എനിക്കുള്ളൂ. രാവിലെ ഞാൻ 4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ 8 മണിയാകുമ്പോഴത്തേനും മോന് സ്കൂളിൽ പോകാനുള്ള വണ്ടി വരും. അപ്പോൾ അവനെയും യാത്രയാക്കിയൊക്കെ വിടണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം മോനെ വിട്ട് ആ ചേട്ടൻ രാവിലെ തന്നെ പോവുക ചെയ്യില്ല. അപ്പോൾ നേരത്തേനും പിന്നെ ഒക്കെ വിട്ടിട്ട് ഒരു 9:30 ആകുമ്പോഴത്തേനും എൻ്റെ പണി ജോലികളൊക്കെ കഴിയും. അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്ന് പിന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഓരോ പോർഷൻസായിട്ട് അങ്ങനെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള ടൈം കിട്ടാറുണ്ട്. കാരണം രാവിലെ തന്നെ 9 മണി 9:30 ആ ഒരു ടൈമിലോടുകൂടി എൻ്റെ എല്ലാ ജോലികളും അടിവാരും അതുപോലെ അലക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ ഫുഡ് രാവിലെ തന്നെ ആവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ളത് ചെയ്ത് തീർക്കും. പിന്നെ മോൻ വരുന്നവരെ, പിന്നെ മോളുണ്ട്, 2 വയസ്സായ മോളുണ്ട്. അപ്പോൾ അവൾ നമ്മളുടെ അടുത്തേക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. എങ്കിലും അവൾ കൂടുതലും കളിക്കും. എങ്കിലും ഇടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരുമല്ലോ ഫുഡ് കൊടുക്കാൻ അങ്ങനെയൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് എന്നാലും നമുക്ക് പഠനത്തിന് മുൻതൂക്കം കൊടുക്കണമല്ലോ. അതിനുള്ള സമയം കണ്ടെത്തി ഞാൻ പഠിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും മോൻ വരുള്ളൂ. അപ്പോൾ അന്നേരത്തേനും പിന്നെ അവന് ഒരു സമയം വരെ എനിക്ക് ഇന്ന് പഠിക്കാനുള്ള ടൈമുണ്ട്. ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മോന് അവർക്ക് ചായയൊക്കെ തിളപ്പിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അവനെ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുള്ള ടൈമാണ് എനിക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. അവനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ പിന്നെ അവർ കിടക്കുമ്പോഴത്തേനും ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ ആ ടൈം വരെ പിന്നെ ഒന്നും ചെയ്ത് നടക്കില്ല, പഠിക്കലൊന്നും നടക്കില്ല. അവനെ പഠിപ്പിക്കണം. പിന്നെ മോളുടെ കാര്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 10 മണി കഴിഞ്ഞ് ചിലപ്പോൾ ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കും. ഏതെങ്കിലും ഒരു പോർഷൻ തീർക്കാനുണ്ടെങ്കിൽ അന്നേരത്തിനും ഇരുന്ന് തീർക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ ഈ ഒരു SCRT മോഡ്യൂൾ 1 മോഡ്യൂൾ 6 ഓരോ പോർഷൻസാണ് ഇന്നലെ തീർത്തത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ റെനൈസൻസും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പോർഷനും അത്രയൊക്കെയാണ് ഇന്നലെ തീർത്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ ക്ലാസ് ഞാൻ S ബ്ലോക്കിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തായിരുന്നു. അതുകൂടാതെ ഇനി S ബ്ലോക്കിൻ്റെ ബാക്കി ബാലൻസ് ഉണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ.
ഓക്കെ, ബൈ.